യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും സ്പെഷ്യലായിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിന്ന് ബിരിയാണീൻ്റെ സാധനം എല്ലാം വാങ്ങിക്കണം. ബിരിയാണീൻ്റെ സാധനം വാങ്ങിച്ചിട്ട് വരാം. അപ്പം ഞാനും നിർത്തിച്ചേട്ടനും ബിരിയാണീൻ്റെ സാധനം വാങ്ങിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിങ് വന്നത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ് ആണ്. അപ്പം നിധിചേട്ടൻ്റെ ഇളയ അനിയത്തിയും പിള്ളേരും വന്നായിരുന്നു. അവർ ട്വിൻസാണ് പിള്ളേർ. അങ്ങനെ പിള്ളേരും വന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു മീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ ബിരിയാണി സെറ്റാക്കാമെന്ന്. അപ്പം നിധിചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് ബിരിയാണിൻ്റെ സാധനമെല്ലാം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ കുറേ ദിവസമായിട്ടുള്ളൊരു പ്ലാനിങ് ആണ് ബിരിയാണി ഉണ്ടാക്കണം. പിന്നെ നമ്മളെ വീട്ടിൽ ഞാനും നിധിചേട്ടനും ചെറിയ നിലൂനും മാത്രമേ ബിരിയാണി കൊണ്ടുപോകൂ. അമ്മയും അമ്മമ്മയൊന്നും ബിരിയാണിയൊന്നും കഴിക്കൂല, നമ്മൾ മാത്രമല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഉണ്ടാക്കാൻ കുറേ ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ലല്ലോ. കുറച്ച് ആൾക്കാർക്ക് മാത്രം ബിരിയാണി ഉണ്ടാക്കി 3 ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുക അത് ബോറിംഗ് അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വലിയ മെനക്കെടാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്കും അമ്മമ്മയ്ക്കും മീൻ വേണമല്ലോ, അവർ സാധാ ചോറ് കഴിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവർക്ക് മീൻ വാങ്ങിക്കാൻ നമുക്ക് ചിക്കനും മീനും വാങ്ങിച്ചു. ഇനി കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ പച്ചക്കറി അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികളും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു നമ്മളിവിടുന്ന്. ഇതിൻ്റെ മുമ്പിൽ തന്നെ മൈത്രി കൾച്ചറൽ സെൻറ്റർ എന്ന് പറയുന്നത് ഇവരെ നിധിചേട്ടൻ്റെ എല്ലാം സംഘം, അവരെ മൈത്രിയാണ്. നാട്ടിലുള്ള യുവാക്കളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു സംഘം. പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെയെല്ലാം സഹായിക്കാനും അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി. ഞാൻ പെട്ടെന്ന് തന്നെ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. കാരണം 12 മണിയെല്ലാം ആയി. സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ 12 മണിയായി. അപ്പം പിന്നെ 1 മണിയെല്ലാം ആകുമ്പോഴത്തേക്കാണ് നമ്മൾ എത്തിയത്. സാധനമെല്ലാം വാങ്ങിച്ച് എത്തിയത് 12:45 ആ ഒരു സമയമെല്ലാം ആയപ്പോൾ നമ്മൾ എത്തിയത്. അപ്പോൾ ഇതാണ് നിധിചേട്ടൻ്റെ അമ്മ കപ്പയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കപ്പയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു കപ്പ നല്ല ടേസ്റ്റ് ഉണ്ട്, കപ്പ ഒന്ന് ക്യാമറയിൽ കാണിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ അന്നേരം അത് പറഞ്ഞ് ചിരിക്കുന്നത്. ഇതാണ് നിധിചേട്ടൻ്റെ സിസ്റ്റർ. ഞാൻ വീട്ടിലെത്തിയപ്പം പിന്നെ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല, കുക്കിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇനി നമുക്ക് ടൈമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ലഞ്ച് പ്രിപ്പയർ ആവണമല്ലോ. പിള്ളേരൊക്കെ ഉള്ളതല്ലേ, പിള്ളേർക്കെല്ലാം വിശക്കൂലേ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കേണ്ട പരിപാടിയിലായിരുന്നു. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ദം ബിരിയാണിയാണ്, അല്ലാണ്ട് മറ്റേ ടൈപ്പ് ബിരിയാണി ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ദം ബിരിയാണി തന്നെ ഞാൻ ഉണ്ടാക്കുക. ഇത് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. അമ്മ അടിപൊളിയിൽ ബിരിയാണിയെല്ലാം ഉണ്ടാക്കും. അപ്പം ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ടൈം ബിരിയാണി ഉണ്ടാക്കിയപ്പം എല്ലാവരും കൂടി ഭയങ്കര അങ്ങ് പ്രോത്സാഹിപ്പിച്ചു. അപ്പം പിന്നെ ഉണ്ടാക്കാനുള്ള ആ ഒരു ആവേശം ഉണ്ടായി. അങ്ങനെ ഞാൻ അധിക പ്രാവശ്യം ഞാൻ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കൽ. അപ്പം ഉണ്ടാക്കി വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടലുണ്ട്. ചില സമയത്ത് ഫ്ലോപ്പാവും. എല്ലാ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കുമ്പം ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തോന്നും. എന്താ വെച്ചാൽ ഈ പ്രാവശ്യം ഒന്നും കൂടെ നന്നാക്കണം, കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും നന്നാക്കണം എന്ന് വിചാരിച്ചിട്ട് ഓരോ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം ചില സമയത്ത് നന്നാവും, ചില സമയത്ത് ഫ്ലോപ്പാകും. അപ്പം ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയപ്പം കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളി ബിരിയാണിയാണ്. അപ്പം പിന്നെ ഉണ്ടാക്കാനുള്ള ആ ഒരു ആവേശം കൂടി. അപ്പം നമ്മൾ അനീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. അനീഷേട്ടനെ ഞാൻ കുടുംബയോഗത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അനീഷേട്ടൻ്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കുടുംബയോഗം ഉണ്ടായത്. അപ്പോൾ അനീഷേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് അമ്മ ഇവിടെ തോരൻ പരിപാടിയിലാണ്. അങ്ങനെ ഇത് ചിക്കൻ ബിരിയാണീൻ്റെ മസാലയെല്ലാം ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിക്കൻ വറുത്തിട്ടാണ് ഞാൻ ആക്കിയത്. അത് അടിപൊളി ടേസ്റ്റാണ്. പക്ഷേങ്കിൽ അത് കുറച്ച് ടൈം വേണം ഈ ചിക്കൻ വറുത്ത് കിട്ടാനും. വറുത്ത് സെറ്റാക്കിയെല്ലാം എടുക്കുമ്പോൾ കുറച്ച് മെനക്കേടല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതിന് നിന്നിട്ടില്ല. ദം ബിരിയാണി ആക്കാൻ പെട്ടെന്ന് തന്നെ ആക്കാമല്ലോ, ഇതെനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല.
ഞാൻ കുക്കറിൽ ബിരിയാണീൻ്റെ റൈസ് സെറ്റാക്കിയത് എല്ലാം വഴറ്റിയതിന് ശേഷം പട്ട ഗ്രാമ്പു എല്ലാം നെയ്യിൽ വാട്ടിയതിന് ശേഷം നമുക്ക് 1 കപ്പിന് 1.5 കപ്പ് വെള്ളത്തിൻ്റെ അളവിലാണ് ഞാൻ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ച് കഴിഞ്ഞാൽ അരി അതിൻ്റെ അകത്തോട്ടിടും. ചില ആൾക്കാർ അരി വറുത്തിട്ടും ആക്കും. പക്ഷെ ഞാൻ ഇത് ഇപ്രാവശ്യം ഞാൻ നോർമലി ചെയ്യുമ്പോൾ ചില സമയത്ത് അങ്ങനെ ചെയ്യലുണ്ട്, വറുത്തിട്ടെല്ലാം ആക്കലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് അരി ഇട്ടു. അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. കുറേ ആയി ഇപ്പോൾ ഉണ്ടാക്കാത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നുപോയി. ഞാൻ ഓരോ പ്രാവശ്യം ലെയറാക്കുന്ന സമയത്തും ദം ഇടുന്ന സമയത്ത് ഓരോ പ്രാവശ്യം ലെയർ ഇടുമ്പോൾ പശു നെയ്യ് ആക്കിയതിന് ശേഷം ലേശം ഗരം മസാല അതിൻ്റെ മുകളിലിട്ട് കൊടുത്ത് എന്നിട്ടാണ് നെക്സ്റ്റ് ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കൽ. പക്ഷേ ഞാൻ അതെല്ലാം മറന്നുപോയി. കൂടാണ്ട് ഞാൻ പാലിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കളറിന് ഞാൻ ആഡ് ചെയ്യലും ഉണ്ട്. അതുമെല്ലാം ഞാൻ മറന്നുപോയി ചെയ്യുന്നു. അങ്ങനെ ഞാൻ ദം ചെയ്യാൻ വെക്കുന്ന സമയത്ത് പശു നെയ്യും ഗരം മസാലയും എല്ലാം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇത് ബിരിയാണീൻ്റെ ഫൈനൽ പ്രോസസ്സിലോട്ട് കടന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം നല്ല വിശന്നു. 3 മണിയായി സമയം. ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയത് 1 മണിയൊക്കെ ആയപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയത്. അങ്ങനെ 2:30 എല്ലാം ആകുമ്പോഴത്തേക്ക് ബിരിയാണി കംപ്ലീറ്റ് സെറ്റായിനെ. അങ്ങനെ ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ പിന്നെ അപ്പുറത്തെ എന്തെല്ലാം പരിപാടി എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ പോകുമ്പോൾ ഇതാ നിലൂൻ്റെ പരിപാടി. ഇതാ ഏച്ചീൻ്റെ ചുരിദാറിൻ്റെ ഷോളിൽ കിടന്നിട്ട് കളിക്കുന്നു ഉണ്ണി വാവാവോ. തൊട്ടിലില്ല. അപ്പം ഞാൻ വിചാരിച്ചു ബിരിയാണിക്ക് ഒരു ചമ്മന്തി സെറ്റാക്കാന്ന്. ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു സാലഡോ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അന്നേരം ചമ്മന്തി സെറ്റാക്കി. തൈരില്ല സാലഡാക്കാൻ. അതുകൊണ്ട് തൈരാകുമ്പോൾ ഉള്ളിയെല്ലാം മുറിച്ചിട്ടിട്ടാക്കുന്നത് അത് ആക്കാൻ തൈരില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഒരു ചമ്മന്തി ആക്കാമെന്ന്. ചമ്മന്തി എന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പും പുതിനയും ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ടിട്ടുള്ള ഇത് ബിരിയാണി ചമ്മന്തി എന്നാണ് നമ്മളെ അറിയപ്പെടുന്നത്. പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ പുതിനയോ ഒന്നും ഇട്ടിട്ടില്ല. മല്ലിച്ചപ്പ്, ആഫ്രിക്കൻ മല്ലിച്ചപ്പ് നമ്മുടെ അടുത്തുള്ളത്, അതിട്ടിട്ടാണ് ഞാൻ ആക്കിയത്. പിള്ളേർക്കെല്ലാം ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. മതിയല്ലോ നമുക്ക്. തിന്നാൻ വിടാത്ത ആളായത്. അമ്പടാ അത് വേണ്ട. ആ സാധനം തിന്നണ്ട. അതെന്നാ തിന്നേ? ഇത് വെറുതെ അവർ പോലത്തെ സാധനം ഇത് തിന്നാൻ ചിക്കൻ അമ്മ തരും. വേറെ തരും. ആരല്ലേ ഉള്ള ഇവിടെ ആരല്ലേ ഉള്ളേ? നമ്മളെ വീട്ടിൽ ആരല്ലേ ഉള്ളേ? ആരല്ലേ ഉള്ളത്? ആരാ വന്നേ? നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞു. നമ്മളിനി ഉറങ്ങാൻ പോകും. നിലു ഹായ് പറ. നിലുവിൻ്റെ ഇപ്പോഴത്തെ പരിപാടി ഇതാ ബാത്റൂം കണ്ട. നിലുവിൻ്റെ ഇപ്പോഴത്തെ പരിപാടി അതാ ഡോർ ഇപ്പം തുറക്കാൻ പറ്റുന്നുണ്ട്. എത്തുന്നുണ്ട്, അത് തുറക്കാൻ പറ്റും. അതാ തുറന്നു. ബാത്റൂം തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോവുക. കണ്ണ് തെറ്റിയാലിതാ ബാത്റൂമിൻ്റെ ഡോറ് തുറന്നിട്ട്. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഷവർ തുടങ്ങിയിട്ട് അടിയിൽ നിന്നിട്ട് ബാത്റൂം തുറന്നിട്ട്. അതുകൊണ്ട് നമ്മളിപ്പോഴും ബെഡ്റൂമിൻ്റെ ഡോറ് യൂസ് ചെയ്ത് വെക്കലാണ്. നമ്മളെ ഇങ്ങനത്തെ പണിയുണ്ട്. ഇതാ നമ്മളെ അബിസിൽ ഒരാൾ. ഇതാന്നേ അശ്വിൻ. ഇതാ അബിൻ. എത്രയല്ല പഠിക്കുന്നതെന്ന് പറ. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ സൗണ്ടെല്ലാം മാറി. അപ്പോൾ ഏച്ചിക്ക് 2 ആൺകുട്ടികളാണ്, ട്വിൻസാണ്. ഒന്ന് അബിയും ഒന്ന് അശ്വിനും. ഏച്ചീന്ന് ഞാൻ വിളിക്കുന്നത് ഹസ്ബൻഡിൻ്റെ അനിയത്തീനെയാണ് ഞാൻ വിളിക്കുന്നത്. എൻ്റെ മുത്തേതായതുകൊണ്ട് ഞാൻ ഏച്ചിന്ന് വിളിക്കുന്നത്. ഇത് നമ്മളെ അശ്വിൻ. ഇവർ രണ്ടാളും നല്ല കൂട്ടാണ് ഞാനുമായിട്ട്. അപ്പം ഇവർ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്.
നമ്മളെ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. രണ്ടാളും ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അവർക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമാണ്, പക്ഷേങ്കിൽ ക്യാമറ ഷൈ കുറച്ചുള്ളത് കൊണ്ട് ഇങ്ങനെ കളിക്കുന്നത്. വീഡിയോസെല്ലാം കാണാനും എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ എന്ന് പറഞ്ഞിട്ട് എടുത്തു. ശരിക്കും ഇവർക്ക് രണ്ടാൾക്കും എന്തൊക്കെയോ കാര്യങ്ങൾ പറയണം എന്നുണ്ട്, പക്ഷേങ്കിൽ ക്യാമറ ഷൈ കൊണ്ടാണ് അവരൊന്നും പറയാത്തത്. അപ്പോൾ ഇവർക്കും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, ഗെയിം കളിക്കുന്നതിൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നല്ലാന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇതാ ഈവനിങ് ഒരു 5 മണിയെല്ലായി സമയം. നിധിചേട്ടൻ അന്നേരം എത്തിയത്. അവരെന്തോ ആവശ്യത്തിന് മൈത്രി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അവരെ മൈത്രി കൾച്ചറൽ സെൻറ്ററിൻ്റെ ആവശ്യത്തിന് എന്തോ പോയി. അങ്ങനെ ലഞ്ച് കഴിക്കാനെല്ലാം ലേറ്റായി. അപ്പോൾ നിധിചേട്ടന് ഇഷ്ടം ഉള്ളിയും വിനാഗിരിയെല്ലാം ഇട്ടിട്ടുള്ള ഈ ഒരു സാലഡ് പോലത്തത് നിധിചേട്ടന് ഇഷ്ടം. അപ്പം വരുമ്പോൾ വിനാഗിരിയെല്ലാം വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പം ബിരിയാണിക്ക് ഞാൻ അത് സെറ്റാക്കി കൊടുത്തു. അങ്ങനെ ഞാൻ നിധിചേട്ടൻ ഇതാ ഫുഡെല്ലാം സെറ്റാക്കി വിളമ്പി വെച്ചിട്ടുണ്ട്. നിധിചേട്ടൻ കോളിലേനും, അവരെന്തോ ഒഫീഷ്യൽ കോളിലേനും ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഞാൻ നിധിചേട്ടന് എല്ലാ പ്രാവശ്യവും ഫുഡ് വിളമ്പി കൊടുക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കും എന്തെങ്കിലും എക്സ്പ്രഷൻ കാണുമായിരിക്കും. പക്ഷേങ്കിൽ ഈ മനുഷ്യനൊരു കാലത്ത് എക്സ്പ്രഷൻ ഇട്ടില്ല. ഈ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്യുന്ന എക്സ്പ്രഷനാണ്. അപ്പം ഇതാ ഈവനിങ് പിന്നെ അവർ വീട്ടിലോട്ടേക്ക് പോകുന്നു, ഏച്ചിയും പിള്ളേരും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching my video.